വോൺ വിൽബ്രാൻഡ് ഡിസീസ്. വോൺ വിൽബ്രാൻഡ് ഡിസീസ് ഒരു ബ്ലീഡിംഗ് ഡിസോർഡറാണ്. അതായത് നമ്മുടെ ബ്ലഡിലുള്ള ഒരു ക്ലോട്ടിംഗ് ഫാക്ടറാണ് വോൺ വിൽബ്രാൻഡ്. ഇതൊരു പ്രോട്ടീനാണ്. ബ്ലഡിനെ ക്ലോട്ടാക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടറാണ് വോൺ വിൽബ്രാൻഡ്. ഇത് കുറവാണെങ്കിൽ, ചില പേഷ്യൻസിന് ഇത് കുറവായിരിക്കും, അവർക്ക് ബ്ലഡ് ക്ലോട്ട് ആകത്തില്ല, അവർക്ക് സിവിയർ ബ്ലീഡിങ് വരും. അതാണ് വോൺ വിൽബ്രാൻഡ് ഡിസീസ്. ഈ ഡിസീസിന് ഒരു ക്യൂറില്ല, ഇതൊരിക്കലും മാറത്തില്ല. എന്നാൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അവർക്ക് നോർമലായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും. വോൺ വിൽബ്രാൻഡ് ഡിസീസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്, ഈ പല്ലൊക്കെ എടുക്കുകയാണെങ്കിൽ ബ്ലീഡിങ് നിൽക്കത്തില്ല. ഓക്കെ, സിവിയറായിട്ട് ഇങ്ങനെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും സർജറി ചെയ്യുവാണെങ്കിൽ ബ്ലീഡിങ് ഇങ്ങനെ സ്റ്റോപ്പ് ആകത്തില്ല, ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ മെൻസ്ട്രുവൽ ബ്ലീഡിങ് ഇവർക്ക് കൂടുതലായിരിക്കും. അതുപോലെ മൂക്കിലൂടെ ബ്ലഡ് വരിക, അതുപോലെ തന്നെ മോഷനിലും യൂറിനകത്തൊക്കെ ബ്ലഡ് കാണുക. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണിക്കുന്ന സിംറ്റംസ്. വോൺ വിൽബ്രാൻഡ് ഡിസീസിൻ്റെ കോസ് എന്ന് പറയുന്നത് ജെനറ്റിക്കാണ്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബ്ലീഡിങ് ആകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് ഇത് ജെനറ്റിക്കാണ്, ഇത് കുഞ്ഞിലേ കാണുന്ന അസുഖമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കളിക്കാൻ ആദ്യം ഈ സ്പോർട്സ്, ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസുള്ള, മുറിവുണ്ടാകാൻ ചാൻസുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യിപ്പിക്കരുത്. ഇനി അങ്ങനെ സ്പോർട്സ് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ മുറിവ് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ആഹാരം കൊടുക്കുമ്പോൾ ഒരുപാട് കട്ടിയുള്ള ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം മോണയിലൊക്കെ ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരരുത്. കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ റെക്ടൽ ബ്ലീഡിങ് വരും. സോ ബ്ലീഡിങ് ഉണ്ടാകുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഇവരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ മാനേജ്മെൻറ്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ വോൺ വിൽബ്രാൻഡ് ഫാക്ടർ റീപ്ലേസ് ചെയ്യുക, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി റീപ്ലേസ് ചെയ്യുക, അതാണ് മാനേജ്മെൻറ്റ്.